അലേക്കും. ഇപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം. ബീഫ് ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയൊരു കഷ്ണം എടുത്തത് കണ്ട, വലിയ കഷ്ണമാക്കി ഇതിലിടാൻ പോവുക കുക്കർക്ക്. ഇതാ അപ്പം നമുക്ക് എല്ലാവരും വീട്ടിലും ഇപ്പം ഉണ്ടാവുമല്ലോ അല്ലേ, ബീഫൊക്കെ ഇഷ്ടം പോലെ. അപ്പം ഞാൻ അങ്ങനെ കിട്ടിയപ്പോൾ ലേശം ഇങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിക്ക് ഞാനൊരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മസാലയൊക്കെ ഇടാം. അപ്പോൾ അതൊന്ന് വേവിച്ചാൻ വെക്കണം. പിന്നെ ഇറച്ചി മസാല കുറച്ചിടുക, ലേശം ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് തീമ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഇതിൽ ഇടുന്നുണ്ട് കണ്ടോ. കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് ലേശം മസാലയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ മല്ലിയൊന്നും ഇടണില്ല, വെറും മുളക് മഞ്ഞളും ഈ മസാലകളൊക്കെ ഇട്ടാട്ടോ വേവിക്കാൻ നിൽക്കണ്. ഇപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഇത്തിരി ഉപ്പ് ഇടുക, നല്ല ഈ കഷ്ണത്തുമേലൊക്കെ പിടിക്കുള്ളൂ. ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് എൻ്റെ അടുപ്പത്ത് വെക്കുക. വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ, നമ്മൾ ഒഴിക്കില്ല. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് നമ്മളൊരു 3-4 വിസിലാണ് അടുപ്പിച്ച്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി മസാല, വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില ഇതുകൊണ്ട് അരച്ചെടുക്കട്ടെ. നമ്മളെ ബീഫൊക്കെ വേവിച്ച് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണേ. ഇപ്പോൾ കണ്ടോ, വെന്തപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാ നല്ല ചൂടൊന്ന് ആറിയിട്ട് ഞാൻ ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും പിന്നെ ഒരു മല്ലിച്ചപ്പിൻ്റെ കുറച്ച് ഇട്ട് നല്ല ഒന്ന് ചതച്ച് വെച്ചതാട്ടോ. നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തൊടാൻ വയ്യ, നല്ല ചൂടാണ്. ഇതങ്ങനെ അരിഞ്ഞെടുക്കണം, ഈ വലിപ്പത്തിൽ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ കേട്ടോ അരിഞ്ഞെടുത്ത് ഇതുണ്ടാവും. വലിയ ഇതുമില്ല കനവുമില്ല. ഇതിപ്പോൾ ലേശം ഒരു കനുണ്ട്, ഇതൊന്നും കൂടി കൊല്ലാക്കട്ടെ. ഇതിപ്പോൾ ഒരു 3/4 വേവിലേറെ അയക്കണം കേട്ടോ. പക്ഷേ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഉറപ്പേക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്ത് കണ്ടോ. അപ്പം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചേർക്കണ കാണിച്ചു തരാം. ഉപ്പ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെന്താണ് ഗരം മസാല വേണം, നമുക്ക് ശേഷം മുളക് പൊടി. ഞാൻ പറഞ്ഞില്ല മല്ലിപ്പൊടി ഇടില്ല കേട്ടോ, മല്ലിപ്പൊടി ഇടില്ല. നിങ്ങൾ ഈ ബീഫ് വെക്കുമ്പോൾ മല്ലിപ്പൊടി ഉണ്ടാക്കാതെ ഒന്ന് നല്ലപോലെ പിന്നെ എന്താണ് വെള്ളം തോനല്ലാതെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയിലൊന്ന് ഇട്ട് വെക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മഞ്ഞളും ഇടണം നല്ല പോലെ, പിന്നെ കുറച്ച് വലിയ ജീരകം ഇടണം, ഒക്കെ ഇടണം, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഇടാം. ഈ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടതാണ്. പച്ചമുളകും ഇതൊക്കെ ചതച്ചത് ഇതിലൊന്ന് തേച്ച് കൊടുക്കണം.
മല്ലിച്ചപ്പ്, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ ഇഞ്ചി. നമുക്ക് ലേശം കുരുമുളക് പൊടി ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ തോന്നിട്ടോളിട്ടോ. കുറച്ചുള്ളൂ ഇതിന് പൊടിച്ച് വെച്ചത്. കുരുമുളക് പൊടി നമ്മൾ ഈ പിന്നെ ബീഫൊക്കെ ഏത് ഇറച്ചിക്ക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാല്ലേ. ഒരു ചെറുനാരങ്ങ കുരുവൊക്കെ ചാടിക്കണ ഒക്കെ എടുത്തിടാം. മോന് വല്ല കയറി വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓനിൻ്റെ എത്തെത്ത് എങ്ങനെ ആയാലും കാണാതെ എടുക്കേനി ഞാൻ. അപ്പം എൻ്റെ ഈ ഞാൻ പറയുന്ന ഒച്ചേട്ടപ്പം മെല്ലെ വന്നു കേട്ടോ. സോനു ഒന്ന് ബാലവാടിയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ കുരു ചാടിയിരുന്നു. കുരു എടുത്തത് ഉപ്പ് നമ്മൾ വേവിച്ച പാട്ടിന് കുറച്ച്, എന്നാലും കുറച്ച് വേണ്ടി നോക്കിയിട്ടിട്ടാൽ ഇനി അധികമായാൽ എന്താണ് ഇപ്പോൾ പറയുക, ഒന്നിനും പറ്റില്ല. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നമുക്കിന്ന് പരിപ്പും ചീരയും കറിയും ഇത് പൊരിച്ചതും ഒക്കെയാണ് ഇന്നത്തെ കറി. നല്ലപോലെ തീമാണ്ട് തിരുമ്മി പൊരിപ്പിച്ചാൽ മതി. ഇപ്പം ഞാൻ ഇപ്പം തന്നെ പൊരിച്ചെടുക്കണില്ല, കുറച്ച് കഴിയണം കേട്ടോ. ഇതൊന്ന് പിടിക്കട്ടെ തീമൽ. ഈ മസാലകളൊക്കെ തന്നെയല്ല നമുക്ക് ചോറ് തിന്നാനാവുമ്പോഴത്തിന്, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തിനൊക്കെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പിന്നെ അത് പൊരിക്കണമൊക്കെ കാണിച്ചു തരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലിട്ട് ആരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് വിജയിപ്പിക്കണേ. ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇപ്പം പറയുന്ന നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാൻ ഓൻ പറഞ്ഞു എന്നോട്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കുഴഞ്ഞു ഇന്ന് തീമ പിടിക്കാൻ. ഉണങ്ങിക്കൊണ്ട് എന്നാൽ ചിലപ്പം പിടിക്കലില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇപ്പം ബീഫില്ലാത്ത ഒരു കരി ഉണ്ടാവില്ല. നമുക്ക് ഇറച്ചിയൊക്കെ എല്ലാവരുടെ വീട്ടിലും എത്തിയില്ലേ, പള്ളിക്കന്നും എല്ലാതെയൊക്കെ. അപ്പം അതിൽ പെട്ടതാണ് ഇപ്പോൾ. ഇനി ഞാൻ ഇത് ഈ പാത്രത്തേക്കൊന്ന് മാറ്റണം. അതാ ഇത് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതാ ഞാൻ ഇതിൽ ഉലുവാപ്പൊടി ഇടാൻ മറന്നുപോയേ. നമ്മളിപ്പോൾ പൊരിച്ചെടുത്തിട്ടൊന്നുമില്ലല്ലോ, ഇപ്പം ഇട്ടാൽ മതി. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ മറന്നുപോയതാണ് നിങ്ങളോട്. ഇതാ പറയാനും മറന്ന് ഇതിലിടാനും മറന്നു. ഉലുവൻ ഇപ്പം നമ്മൾ ബീഫിലും കോഴിയിലൊക്കെ ചിക്കനിലൊക്കെ നമുക്ക് രസം ഉലുവട്ടാൽ നല്ലൊരു അടിപൊളി രസമല്ലേ. നിങ്ങളിടല്ലേ എല്ലാവരും? ഞാൻ ഇടലിട്ടോ. ഉലുവ ഒക്കെ നല്ല ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ചെയ്ത് പൊരിച്ച് എടുത്തിട്ട് ഇനി കാണിച്ചു തരാം. ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ 1 കിലോനൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പൊരിച്ചാനൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കിപ്പോൾ ഇറച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ അമ്മ വീട്ടിൽ, എൻ്റെ അമ്മ ഏത് സ്ഥലത്തേക്ക് പോയതാണ്. അപ്പം ഞാനാണ് എൻ്റെ ബാക്കി ഇതാക്കണേ. അപ്പം ചട്ടി ചൂടായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കട്ടെ. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കയ്യുമ്മക്ക് തെറിക്കണൊക്കെ നോക്കണം കേട്ടോ.
നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തെറിക്കുന്നുണ്ട് ഗൈസ്, എല്ലാവരും നോക്കണം കേട്ടോ. ഇതൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കട്ടേക്ക്. എണ്ണയിൽ നന്നായി മുങ്ങണം. മസാലയൊക്കെ ഇട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഭാഗം പൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ മറിച്ചിടണം കേട്ടോ. എന്നിട്ട് ആ ഭാഗം പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ പണി. ഈ രണ്ട് സൈഡും അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കോരി വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ്. നിങ്ങളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവര് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഒരു ലൈക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.